സൈലന്റ് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടോ, ഈ കഴിഞ്ഞ പരീക്ഷകൾ, അതായത് റീസെന്റ് കഴിഞ്ഞ LGS പരീക്ഷയാവട്ടെ, LD പരീക്ഷകളാവട്ടെ, മറ്റു പരീക്ഷകളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെ? സയൻസ് വിഷയത്തിൽ പ്രത്യേകിച്ചും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോയുടെ പേര് തന്നെ നമ്മൾ മാറ്റിയിട്ടില്ല. ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്ക്, അതായത് 7ാം ക്ലാസ്സിലെ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ആ ചാപ്റ്റർ നെയിം തന്നെയാണ് ഞാൻ ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 1, 2, 3, 4 ചോദ്യങ്ങളല്ല, ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? വാ നോക്കാം. ആദ്യം എനിക്ക് നിങ്ങൾ കാണിച്ചു തരാനുള്ളത് നോക്കിയടോ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ. ഇനിയോ, അവർ മനുഷ്യർക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, ഇനി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങൾ കത്തുമ്പോൾ വരുന്ന ഒരു വിഷവാതകമാണ് എന്ത്? കാർബൺ മോണോക്സൈഡ്, CO, കാർബൺ മോണോക്സൈഡ്. ഇനി ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് PSC ക്വസ്റ്റ്യൻ ഉണ്ട്, ഇല്ലേ? വാഹനങ്ങളുടെ പുകയിൽ കാണപ്പെടുന്ന വിഷവാതകം ഏതാണ്? ശ്വാസതടസ്സത്തിനും കണ്ണുനീറുന്നതിനും കാരണമായ വാതകം ഏതാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? നോക്കിയടോ, കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനിയോ, കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകുന്നു. അത് പിന്നെ നിങ്ങൾ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ നമ്മുടെ അനാർക്കലി മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ? കാർബൺ മോണോക്സൈഡ് അതിൽ നിറച്ചിട്ടുണ്ടാവും, അപ്പൊ മരണത്തിന് വരെ കാരണമാകും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിലൊരു ഓക്സിജന്റെ കുറവുണ്ട്. അപ്പോൾ ആൾക്ക് തക്കം കിട്ടി എപ്പോഴെന്തെങ്കിലും ഒരു ഓക്സിജൻ വാങ്ങുക, എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുമ്പോൾ ശരീരത്തിനുള്ളിൽ ആദ്യം നോക്കുക എവിടെ ഓക്സിജൻ കിട്ടുമെന്നാണ് ആൾ തിരയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടു നടക്കുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ. അങ്ങനെ ഈ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. കാർബോക്സി ഹീമോഗ്ലോബിൻ. ഈ കാർബോക്സി ഹീമോഗ്ലോബിനാണ് നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്നത്. ഓക്കെ, കൂടാതെ മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? കാഴ്ച മങ്ങുന്നു, ക്ഷീണം, തലവേദന, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അടുത്തത് സൾഫർ ഡയോക്സൈഡ്. മറ്റൊരു വിഷവാതകമാണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇനി സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, സൾഫർ ഡയോക്സൈഡ് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകങ്ങളിൽ ഒന്നാണ്, അല്ലെ? അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ അത് മഴയോടൊപ്പം, അല്ലെ, മഴവെള്ളത്തോടൊപ്പം താഴേക്ക് വരുന്ന സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകങ്ങളിൽ ഒന്നാണ് സൾഫർ ഡയോക്സൈഡ്, ഓർത്തിരിക്കുക. മറ്റൊരാൾ നോക്കിയിടോ, നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡിലെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ മറ്റൊരു വാതകമാണ്. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് നൈട്രജൻ ഡയോക്സൈഡിന്റെയും ഒരു പ്രത്യേകത. ഇനി നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫോർമുല NO2 ആണ്. ഇതും ആസിഡ് മഴയ്ക്ക് കാരണമാകുന്ന മറ്റൊരു വാതകമാണെന്നുള്ളത് ശ്രദ്ധിക്കുക. മഴവെള്ളത്തോടൊപ്പം കൂടി ചേർന്ന് അത് എന്തായി മാറും? നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ആസിഡ് മഴയ്ക്ക് കാരണമായ വാതകങ്ങൾ എപ്പോഴും PSCക്ക് ചോദിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ആസിഡ് മഴയ്ക്ക് കാരണമാണ്. ഇനി മറ്റൊരു വാതകം നോക്കേ, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇവരെന്തിനൊക്കെ കാരണമാകുന്നത്? ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഒരു കാരണം അറിയോ? ഒരു കാര്യം അറിയോ? നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ പല പല കാരണങ്ങളിൽ 45%, അതായത് പകുതിയോളം എന്ത് കാരണമാണോ? ഈ സൂക്ഷ്മ കണികകൾ കാരണമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള വിവരമാണ് ഇതൊക്കെ കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പദാർത്ഥങ്ങളുടെ ചെറിയ കണികകൾ കാരണമാണ് 45%
ശതമാനത്തോളം എന്തുണ്ടാകുന്നത്, ഈ അന്തരീക്ഷ മലിനീകരണം. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഈ സൂക്ഷ്മ കണികകളാണ്. അടുത്ത ആളെ എന്തായാലും മറന്നു പോകരുത്, ഡയോക്സിനുകൾ. ഡയോക്സിനുകൾ എങ്ങനെയാണ് ഡയോക്സിനുകൾ സ്വതന്ത്രമാകുന്നത്? പ്ലാസ്റ്റിക് കത്തുമ്പോൾ വരുന്ന വിഷവാതകമാണോ ഡയോക്സിനുകൾ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ വരുന്ന വിഷവാതകമാണ് ഡയോക്സിനുകൾ. ഇനി ഡയോക്സിനുകൾ കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കിയേ. ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത, തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. സോ പ്ലാസ്റ്റിക് കത്തുമ്പോൾ വരുന്ന വിഷവാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയോക്സിനുകളാണ് ഉത്തരം. അപ്പൊ ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നോക്കിയിടോ, നമ്മുടെ അന്തരീക്ഷത്തിൽ ശരിക്കും ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രമാണ് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ളത്. ഞാനിത് നൈസായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലെ ഡയഗ്രം എടുത്തു എന്ന് മാത്രം. നോക്കിയിടോ, നമ്മൾ അന്തരീക്ഷത്തിൽ 78.08% ആര് തന്നെയാണ്? നൈട്രജൻ ആണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. എന്നാൽ രണ്ടാമതിലെ സെക്കൻഡ് പ്രൈസ് ആർക്കാണ്? ഓക്സിജൻ. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം 20.95%. അതായത് നമ്മൾ എങ്ങനെ പറയും? 21%. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മുടെ ഉച്ഛ്വാസവായുവിലും 21% തന്നെയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആരും വേറെ ഫിൽറ്റർ ഒന്നും വെച്ചിട്ടല്ല, നമ്മൾ അന്തരീക്ഷത്തിലെ വായു തന്നെയാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഉച്ഛ്വാസവായുവിലും 21%. പക്ഷെ നിശ്വാസവായുവിലോ? നിശ്വാസവായു ഓക്സിജന്റെ അളവ് കുറയുന്നുള്ളത് ശ്രദ്ധിക്കുക. നിശ്വാസവായുവിൽ അത് എത്ര ശതമാനമായിട്ട് മാറുന്നറിയോ? 15% കുറയും. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂന്നാമത്തെ വാതകം ആർഗണാണ്. തേർഡ് പ്രൈസ് ഗോസ് ടു ആർഗൺ. തേർഡ് പ്രൈസ് 0.9%. ഓർത്തിരിക്കുക. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം ഫസ്റ്റ് പ്രൈസ് നൈട്രജൻ ആണ്. സെക്കൻഡ് രണ്ടാമത് ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണ്. മൂന്നാമത് ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം ആർഗൺ ആണ്. ഇനി 4ഉം 5ഉം സ്ഥാനങ്ങളിൽ 4ാമത്തെ സ്ഥാനം വരെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. 4ാമത് ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോർത്ത് പ്ലേസ്. ഇപ്പോൾ ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 4ാമത്തെ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് 0.038% അല്ലെങ്കിൽ 0.04% എന്നും വേണമെങ്കിൽ വരാം. ഇനി ചുമ്മാ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. 5ാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നിയോൺ ആണ്. 5 ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിയോൺ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയം ആണ്. പിന്നെ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. പിന്നെ കാണപ്പെടുന്നത് സിനോൺ ആണ്. അത്രത്തോളം ഒന്നും നമ്മൾ പോണ്ട. 1ഉം 2ഉം 3ഉം 4ഉം സ്ഥാനം എന്തായാലും പഠിച്ചു വെക്കണം. അവരുടെ അളവുകളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണ്? ശരി, 1-2 കാര്യങ്ങൾ കൂടി പറയാം. പ്ലാസ്റ്റിക് മലിനീകരണം, പൊതുവെയുള്ള മലിനീകരണങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നാൽ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് 4R ശീലിക്കുക എന്നത്. 4Rന്റെ ശരിയായ ക്രമം ഏത്? അടുത്തിടെ PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോളുക. ആദ്യം എന്ത് ചെയ്യണം? റെഡ്യൂസ്, കുറയ്ക്കുക. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കുകയാണ്, ഒഴിവാക്കാൻ എന്തായാലും വയ്യ, കുറയ്ക്കാം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന തീരുമാനം കുറയ്ക്കുക. രണ്ടാമത്തതോ, പുനരുപയോഗിക്കേണ്ട ഗ്രേഡ് ഉള്ളവ മാത്രം എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക. അപ്പൊ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറ്റ കട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല പ്ലാസ്റ്റിക്. കുറയ്ക്കാം. അപ്പൊ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ രണ്ടാമത്തത് റീയൂസ്. മൂന്നാമത്തത് റീസൈക്കിൾ എന്നാണ് തന്നിട്ടുള്ളത്. ഇത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ്. എന്നാ നമുക്ക് അതിനിടയിൽ ഒരാളൂടെ ഉണ്ടെന്ന് നിങ്ങളെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയാണ്. അതിനിടയിൽ വരുന്ന ഒരാളാണ് റെഫ്യൂസ്. അപ്പോ റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റെഫ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. ഈ 3 PSCക്ക് ചോദിച്ചത്. ഇവരുടെ ശരിയായ ക്രമം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറയ്ക്കാനുള്ള പല വഴികളുമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓരോന്ന് പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. റീസൈക്കിൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം?
പ്ലാസ്റ്റിക് കപ്പുകളൊക്കെ ഒഴിവാക്കി പേപ്പർ കപ്പുകൾ ഉപയോഗിക്കാം അല്ലെ. ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ അതിലേക്ക് എത്തി. സ്ട്രോ അടക്കം നമ്മൾ പേപ്പർ സ്ട്രോ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഇവരുടെ ശരിയായ ക്രമം ഒന്ന് ആലോചിച്ച് വെക്കണേ, എങ്ങനെയാണ് വരിക എന്നുള്ളത് PSCക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. ലാസ്റ്റ് വായു മലിനീകരണം മാത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ വായു മാത്രമല്ല അല്ലേ, ജലവും മണ്ണും ഒക്കെ ഉൾപ്പെടും. എന്നാൽ ജലത്തിലെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക്. എടാ, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന സംഗതി 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ളതാണ്, ഓർത്തിരിക്കുക. ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു. എന്താണത് സാധനം? യൂട്രോഫിക്കേഷൻ. നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ ആരാ കാരണക്കാരൻ? നൈട്രേറ്റ് വളങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകമാണ് നൈട്രജൻ. ഓക്കെ, ശരി തന്നെ. എന്നിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലാണോ? അങ്ങനെ വല്ലാണ്ട് ഉപയോഗിച്ചാലുള്ള പ്രശ്നമാണ് എന്ത്? യൂട്രോഫിക്കേഷൻ. എന്താ? ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇപ്പൊ വെള്ളത്തിലുള്ള സസ്യങ്ങളുടെ അമിത വളർച്ച വരും. അങ്ങനെ ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നാൽ എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഓക്സിജൻ അമിതമായി അവർ ഉപയോഗിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ജലത്തിലുള്ള മറ്റുള്ള ആളുകൾക്കൊന്നും ഓക്സിജൻ കിട്ടാണ്ട് വരും. അങ്ങനെ അവിടുത്തെ ആവാസ വ്യവസ്ഥ തകിടം മറിയും. ഇതിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയാത്ത മൂലകമാണ്. ഇത് രണ്ടും PSCക്ക് ചോദിച്ചതാണേ, ഓർത്തിരിക്കുക. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ നൈട്രജൻ വളങ്ങൾ, നൈട്രേറ്റ് വളങ്ങളുടെ അളവ് ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സമീപത്തുള്ള ഈ കുടിവെള്ള സ്രോതസ്സുകളിൽ ഇത് വന്ന് കൂടുതലായിട്ട് സെറ്റിൽ ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി വേറൊരു പ്രശ്നം കൂടി ഓർത്തിരിക്കുക, പേര് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ബ്ലൂ ബേബി സിൻഡ്രോം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം അടുത്തിടെ ഇപ്പൊ LD എക്സാമിന് ചോദിച്ചതാണ്. തൊട്ട് മുന്നേ നടന്ന ഖാദി ബോർഡ് LD എക്സാമിന് ചോദിച്ചതാണ്. ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നതും ഇതേ കാരണം കൊണ്ടാണോ? കുടിവെള്ളത്തിൽ നൈട്രേറ്റുകളുടെ അളവ് കുറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് അപ്പൊ സസ്യങ്ങളുടെ അമിതമായ സസ്യങ്ങൾ വളരും. അപ്പൊ ആ കുടിവെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. ഈ വെള്ളമാണ് ഒരു പ്രഗ്നന്റ് ആയ ആൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക്, ഗർഭസ്ഥ ശിശുവിനും ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ കുട്ടിക്ക് ഒരു നീല നിറം വരുന്നു. ഇതാണ് ബ്ലൂ ബേബി സിൻഡ്രോം. മെതിമോഗ്ലോബിനിമിയ. ഓക്കെ, മെതിമോഗ്ലോബിനിമിയ എന്നൊക്കെയാണ് അതിന്റെ മലയാളം പേര്. തൽക്കാലം നമ്മൾ ഇത് പഠിച്ചു വെക്കുക അല്ലേ, ബ്ലൂ ബേബി സിൻഡ്രോം. അപ്പൊ അതിന് കാരണമാകുന്നതും കുടിവെള്ളത്തിൽ നൈട്രേറ്റുകളുടെ അളവാണ്. ഇനി കുടിവെള്ളത്തിൽ ഓരോന്നിന്റെയും അളവുകൾ, 1-2 സാധനങ്ങളുടെ അളവുകൾ പ്രത്യേകിച്ചൊന്ന് പഠിക്കാനുണ്ട്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിന്റെ അളവ് 4 ppm ആണ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിന്റെ അളവ് 1 മുതൽ 2 ppm ആണ്. ഇതിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാകും. ഫ്ലൂറിന്റെ അളവ് കൂടിയാൽ അസുഖം ഏതാടോ? ഫ്ലൂറോസിസ്. ഓക്കെ, കുടിവെള്ളത്തിൽ അനുവദനീയമായ നൈട്രജന്റെ അളവ് 50 ppm ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക. പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. സ്ഥിരമായിട്ട് നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമാണ് ആഗോള താപനം എന്ന് പറയുന്നത് ഇല്ലേ. ഒരുപാട് തവണ PSC ആ ചോദ്യം ആവർത്തിച്ചു വരുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നത്. പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളുടെ പേരുകൾ കൂടി എപ്പോഴും ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ മീഥെയ്ൻ വാതകം, പിന്നെ CFCകൾ, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് N2O. ഇത്രയും ആളുകളാണ് ആഗോള താപനത്തിന് കാരണമായ പ്രധാന വാതകങ്ങൾ. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തു വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.